സാധാരണ കർക്കിടക മാസത്തില് എല്ലാവരും തന്നെ ഔഷധക്കഞ്ഞി കഴിക്കാറുണ്ട്. കർക്കിടക കഞ്ഞിക്കൂട്ട് എന്നാണ് അതിന്റെ പേര് തന്നെ. പണ്ട് കാലങ്ങളിലൊക്കെ എങ്ങനെയെന്ന് വെച്ചാല് തൊടികളിൽ ഉണ്ടാവുന്ന ഔഷധ സസ്യങ്ങൾ പറിച്ചെടുത്ത് ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്തോ അല്ലെങ്കിൽ അത് വെള്ളം തിളപ്പിച്ച് കഷായമാക്കിയോ അതിൽ നവരയരിയിട്ട് കഞ്ഞി വെച്ച് കഴിക്കുന്ന രീതിയാണ് പണ്ട് കാലത്തുണ്ടായിരുന്നത്. എല്ലാവർക്കും പോയി പറിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യവും ഇന്ന് നടപ്പിലില്ല. അപ്പൊ അത് കാരണം തന്നെ നമ്മൾ ഏതൊക്കെ ഔഷധങ്ങളാണോ ആ കഞ്ഞി വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ആ ഇലകളായാലും വേരുകളായാലും അതിന്റെ എല്ലാ ഔഷധ ഭാഗങ്ങൾ ശേഖരിച്ചെടുത്തിട്ട് അവ ഉണക്കി നല്ലപോലെ പൊടിച്ച് പൊടികളായിട്ട് നമുക്കിപ്പോൾ റെഡിമെയ്ഡായിട്ട് കിട്ടാറുണ്ട്. ദഹന പ്രക്രിയയെ വളരെ സ്ഥിരീകരിക്കുന്ന, വളരെ റെഗുലേറ്റ് ചെയ്യുന്ന ഔഷധങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. ആ ഔഷധങ്ങൾ പൊടിച്ചുണ്ടാക്കുന്ന ആ കഞ്ഞിക്കൂട്ട് അതെങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ള രീതിയൊക്കെ ആ കഞ്ഞിക്കൂട്ടിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അത് വായിച്ച് പഠിച്ച് ചെയ്യാവുന്നതാണ്. അവരവരുടെ വീടുകളിൽ തന്നെ ആ കഞ്ഞി അതേപോലെ വെച്ച് ഈ കർക്കിടക മാസത്തിൽ ഒരു 7 ദിവസം കഴിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. കഴിവതും അത്താഴമായിട്ട് അത് കഴിക്കുക. അത്താഴത്തിന് പിന്നെ വേറെ ഒന്നും കഴിക്കരുത്. ആ കഞ്ഞിയായിരിക്കണം നമ്മൾ കഴിച്ചിട്ട് കിടക്കുന്ന ഭക്ഷണം. കർക്കിടക മാസത്തിൽ ഒരു 7 ദിവസം ഈ കർക്കിടക കഞ്ഞി വെച്ച് കഴിക്കുന്നത് നമ്മുടെ ഒരു വർഷത്തേക്കുള്ള നമ്മുടെ ആരോഗ്യ പരിപാലനത്തിന് ഏറ്റവും ഉത്തമമായ ഒന്നാണ്.